ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ഇന്ധനവില നിർണയാധികാരം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ കൊണ്ടാഴിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില നിർണയ അധികാരം കേന്ദ്ര ഗവൺമെന്റിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊണ്ടാഴി സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഭക്ഷ്യവ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നെഞ്ചത്ത് ഇടുത്തിയായി മാറിയിട്ടുള്ള ഒരു വിലക്കയറ്റം ഉണ്ടായത് 1-2 രൂപയല്ല വർദ്ധിച്ചത്. ഒറ്റയടിക്ക് 3000 രൂപയിലാണ് സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് 1 BJP ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഈ രാജ്യത്തെ തൊഴിലാളികളെയും അടിസ്ഥാന വർഗത്തെയും ഏറ്റവും കൂടുതൽ അവരുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടാക്കുന്ന ഒരു കരിനിയമം നടപ്പിലാക്കിയത്. എന്താണ് ആ കരിനിയമം? ഞാൻ ഇതിനു മുമ്പ് പറയുകയുണ്ടായി. വ്യാവസായിക അടിസ്ഥാനത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലെ ചെറിയ തട്ടുകടകളിലും നമ്മുടെ നാട്ടിലെ ചെറിയ ഹോട്ടലുകളിലും നമ്മുടെ നാട്ടിലെ വനിതകൾ നടത്തുന്ന ക്യാൻറ്റീനുകളിലും നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള വാണിജ്യ സിലിണ്ടറിന് ഒരു സിലിണ്ടറിന് 3000 രൂപ എന്ന ഒരു ഇടുത്തി ഈ നാട്ടിൽ അടിസ്ഥാന വർഗത്തിന്റെ തലയിലേക്ക് വീണിരിക്കുകയാണ്. എന്താ അതിന്റെ പ്രശ്നം? അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഗ്യാസിന് വില കൂടി എന്ന് പറയുമ്പോൾ അത് ഗ്യാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. ഗ്യാസിന് വില കൂടി എന്ന് പറയുമ്പോൾ അതുപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ഹോട്ടലിലെ ഉടമയ്ക്ക് 10 രൂപയ്ക്ക് കൊടുക്കുന്ന ചായ 15 രൂപയ്ക്കെങ്കിലും കൊടുത്താൽ മാത്രമാണ് അവന്റെ വയറ്റത്തടിക്കാതിരിക്കുകയുള്ളൂ. ഇന്ധനവില നിർണയാവകാശം കുത്തക കമ്പനികൾക്ക് വിട്ടു നൽകിയ കോൺഗ്രസിന്റെയും BJPയുടെയും നയങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലക്കയറ്റം ഭക്ഷണ വ്യവസായ മേഖലയെയും സാധാരണക്കാരെയും ഒരുപോലെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ധർണയിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ തൃശൂർ ജില്ലാ സെക്രട്ടറി രാഹുൽ വി നായർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KC വാസുദേവൻ, KN ശശി, KC ശിവരാമൻ, MM ഉണ്ണികൃഷ്ണൻ, PR സുരേഷ് എന്നിവർ സംസാരിച്ചു. ജനദ്രോഹ നയങ്ങൾക്കെതിരെ ISJD ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ധർണയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ സ്വാഗത പ്രസംഗികൻ സംസാരിച്ചു. നമുക്കറിയാം, നിത്യേന വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെ പോലുള്ള ജനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രതിഷേധങ്ങൾ പ്രകടിക്കുമ്പോഴാണ് എന്തെങ്കിലും നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ. ന്യൂസ് ഡെസ്ക് CCV.